ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സ്ത്രീ പുരുഷ ബന്ധം നമുക്കറിയാം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും. ഒരു സ്ത്രീയെ ഹാൻഡിൽ ചെയ്യാനും ഒരു പുരുഷനെ ഹാൻഡിൽ ചെയ്യാനും പല രീതിയിലുള്ള ടെക്നിക്കുകൾ പ്രയോഗിക്കാറുണ്ടെന്നുമുണ്ട്. പക്ഷേ ജീവിതത്തിൽ നല്ല ആളുകളും മോശമായ ആളുകളും നല്ല ചുറ്റുവട്ടവും മോശമായ ചുറ്റുവട്ടവും എല്ലാം ജീവിതത്തിലുള്ളതാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് ഈ പെണ്ണിന് മുന്നിൽ ഏതൊരാണും മുട്ടുകുത്തും എന്നുള്ളതാണ്. അതായത് എവിടെയും സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട്, അതുപോലെ പുരുഷന്മാരും എല്ലാത്തിനും പരിഗണന നൽകുന്നുണ്ട് എന്നൊക്കെ ശരിയാണ്. പക്ഷേ ചില സ്ത്രീകൾ ചില സ്ത്രീകൾ പുരുഷന്മാർ ബന്ധത്തിൽ ഒരു പെണ്ണിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന ആണുങ്ങൾ കുറവായിരിക്കും. പക്ഷെ അത് ആധിപത്യം കൊണ്ടൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. പക്ഷെ ഇത് ഞാൻ പറയുന്നതല്ല, ആചാര്യനായ ചാണക്യന്റെ ശാസ്ത്രനിധിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു, ഒരു മികച്ച ഉപദേശകൻ കൂടിയായിരുന്നു ആചാര്യ ചാണക്യൻ. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എപ്പോഴും 3 വിഷയങ്ങളിൽ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെക്കാളും മുന്നിലായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തൊക്കെയാണത്? പുരുഷന്മാരെക്കാളും അപേക്ഷിച്ച് സ്ത്രീകൾക്ക് എന്താണ് ഇങ്ങനെ എല്ലാത്തിനും ഒരു 3 കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ട് മുൻനിർത്തുന്നത് അല്ലെ? പല ചിന്തകളായിരിക്കും. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആ 3 കാര്യങ്ങൾ. നമ്പർ 1, വിശപ്പ്. സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ കുറിച്ച് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും സ്ത്രീക്കാണ് ഏത് വലിയ വിശപ്പും സഹിക്കാൻ സാധിക്കുന്നതെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. വിശപ്പ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നതാണ്. അപ്പം ഭയങ്കരമായ വിശപ്പ് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വിശപ്പ് എന്ന് തന്നെ നമ്മളെ സ്വാഭാവികമായിട്ട് ഈ വിശക്കുന്നതെന്ന് പറയല്ലേ. പക്ഷേ പുരുഷന്മാരെക്കാളും അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് വിശപ്പ് സഹിക്കാൻ എത്രത്തോളം വേണമെങ്കിൽ സഹിക്കും, അതിനുള്ള കഴിവുള്ളത്. നമ്പർ 2, ബുദ്ധിശക്തി. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ പുരുഷനെ പലപ്പോഴും സ്ത്രീകൾ തോൽപ്പിക്കും. ചാണക്യനീതി ശാസ്ത്രത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾ വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടെ ചെയ്യുന്നത്. പക്ഷേ ചില വ്യക്തികൾ വിചാരിക്കും സ്ത്രീകൾ എടുത്തുചാട്ടക്കാരാണ്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇത് അറിയാത്തവരാണ്. ഇത് സ്ത്രീയെ ബാധിക്കുന്ന ഞാൻ പറയുന്നതല്ല, ഇത് ചാണക്യ നീതിശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ പുരുഷന്മാരെക്കാളും മുന്നിലാണ് സ്ത്രീകൾക്കെല്ലാം സന്തോഷിക്കാൻ വകയായി. ഓക്കെ. നമ്പർ 3, ധൈര്യം. ധൈര്യത്തിന്റെ കാര്യത്തിലും സ്ത്രീകളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഇന്ന് പലരും പറയും പുരുഷന്മാർക്കാണ് ധൈര്യം, അവരെവിടെയാണ്, അവരുടെ മുന്നിൽ ആരും പേടിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രപരമായി ചാണക്യനീതിയിൽ പറയുന്നത്, തെളിയിച്ചിട്ടുള്ളതും അടിസ്ഥാനപരമായ സത്യം എന്ന് പറഞ്ഞ ധൈര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് കുറച്ച് കൂടുതൽ എന്നാണ് പറയുന്നത്, പുരുഷന്മാരെക്കാൾ. അപ്പൊ ചിന്തിച്ചു നോക്കൂ, പല വ്യക്തികളും ചിന്തിക്കുന്നത് ധൈര്യമുള്ളവർ പുരുഷന്മാരാണ്, ബുദ്ധിശക്തിയുള്ളവർ പുരുഷന്മാരാണ്, ഏത് പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റുന്നത് പുരുഷന്മാർക്കാണ് എന്ന് ചിന്തിക്കുന്നവര് ഈ സത്യം മനസ്സിലാക്കുക, സ്ത്രീകളുടെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 3 കാര്യങ്ങൾ പുരുഷന്മാർ എന്തായാലും മുട്ടുകുത്തും എന്നാണ് ചാണക്യനീതിയിൽ പറയുന്നത്. നമ്മുടെ തർക്കമാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നുള്ളതെന്ന് നോക്കൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ അറിയാതെ പോകുന്നത് ഉണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞു പോകുമ്പോൾ മനസ്സിലാക്കി പോയാൽ നല്ലതാണല്ലോ. അപ്പൊ ചാണക്യനീതി പറഞ്ഞ ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് നിങ്ങൾക്കും പറയാം, കമന്റ് ഇട്ടോളൂ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്